ഹലോ ഗയ്സ്, ചെമ്പനീർ പൂവ് അടിയോടടി മുട്ടനടി പ്രേക്ഷകർ. ഇത്രയും നേരം നമ്മൾ സച്ചി ക്ഷമിച്ച് കാത്തു വെച്ചിരുന്ന ആ ഒരു എല്ലാ ഇതും പോയി തകർന്നടിഞ്ഞ് വീണു പോയി. അതേ കൂട്ടുകാരെ, നമ്മുടെ മാല അവിടെ കാണാതെ പോകുന്നുണ്ടല്ലോ നമ്മുടെ വർഷയുടെ. അപ്പം നമ്മുടെ രേവതി നോക്കുമ്പോൾ അവിടെ ഊരി വെച്ചിരിക്കുന്ന മാലയിൽ, ആ പൂമാലയിൽ ആ സ്വർണ്ണമാല കൊളുത്തി കിടപ്പുണ്ടാവേ. അപ്പം നമ്മുടെ രേവതി പയ്യെ അത് ഊരിയെടുക്കുന്ന സമയത്ത് നമ്മുടെ വർഷയുടെ അച്ഛൻ വരുന്നുണ്ട്. അപ്പോൾ വർഷയുടെ അച്ഛൻ അത് സീനാക്കുന്നുണ്ട്. നീയാണല്ലേ മാലക്കള്ളി എന്നും പറഞ്ഞിട്ട് ആ കയ്യിലെ മാലയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇവള് കള്ളിയാണെന്നൊക്കെ പറഞ്ഞ്, പെരും കള്ളിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരോടും പറയുവാട്ടെ. അപ്പൊ സച്ചി പറയുന്നുണ്ട് നമ്മുടെ രേവതി ചേർത്ത് പിടിച്ചിട്ട്, ഇവളെ കള്ളി എന്ന് പോലും വിളിച്ചു പോകരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവിടെ സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ രവീന്ദ്രൻ, നമ്മുടെ സച്ചിയുടെ സ്വന്തം അച്ഛൻ, ക്ഷമകെട്ട് കലികെട്ട് സഹിക്കാനാവാതെ നമ്മുടെ മധുസൂദനെ എടുത്തിട്ട് ഇടിക്കുന്ന, മുഖത്തിട്ട് കർണത്തെറ്റടിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിടിക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെയായിട്ട് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ സച്ചിയും മധുസൂദനെ കസേരക്കിട്ട് അടിക്കുന്നു, അതിനിട്ടടിക്കുന്നു, ഉന്തിയിടുന്നു, തള്ളിയിടുന്നു, കൊങ്ങയ്ക്ക് പിടിക്കുന്നു, വേണ്ട ബഹളത്തോട് ബഹളം. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ സച്ചിയെ പിടിച്ചു മാറ്റാനൊക്കെ നിൽക്കുന്ന ഒരു രംഗവും ഇതിനിടയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായി തീരും? ആകപ്പാട് സംഘർഷങ്ങളോട് സംഘർഷമാണ് നമ്മുടെ ചെമ്പനീർ പൂവിലട്ടോ. ഇതിന്റെ ഇടയിൽ നമ്മുടെ ശ്രുതിയുടെ കാര്യം മുങ്ങിപ്പോകും എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടോ. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.